നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. NSS സപ്തദിന ക്യാമ്പിനിടെ യുവ അധ്യാപകൻ കുഴഞ്ഞു വീണ് മരിച്ചു. തിരൂരിൽ അങ്കണവാടിയിൽ മോഷണം. വാഹനാപകടം മുന്നിൽ കണ്ട് വാഹന പരിശോധന കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. മലപ്പുറം കോട്ടക്കുന്നിൽ നടന്ന സമഗ്ര സെമിനാറോടെ കായിക മഹോത്സവത്തിന് തുടക്കമായി. കായിക രംഗത്തെ മികച്ച മുന്നേറ്റം ലക്ഷ്യമാക്കി മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കായിക മഹോത്സവത്തിന് ഉജ്ജ്വല തുടക്കം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 139ാമത് ജന്മദിനം ആചരിച്ചു. വിശദമായ വാർത്തകൾ. NSS സപ്തദിന ക്യാമ്പിനിടെ യുവ അധ്യാപകൻ കുഴഞ്ഞു വീണ് മരിച്ചു. തൃപ്രങ്ങോട് കളരിക്കൽ ബാലകൃഷ്ണ പണിക്കരുടെയും പങ്കജത്തിൻ്റെയും മകൻ TK സുധീഷാണ് മരിച്ചത്. വളാഞ്ചേരി പൂക്കാട്ടിരി ഇസ്ലാമിക് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു. വളാഞ്ചേരി പൂക്കാട്ടിരി ഇസ്ലാമിക് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പ് മാവണ്ടിയൂർ സ്കൂളിൽ വെച്ചാണ് നടന്നിരുന്നത്. ക്യാമ്പിൽ സുധീഷും പങ്കെടുത്തിരുന്നു. ഇന്ന് രാവിലെ ക്യാമ്പ് ആരംഭിക്കുന്നതിന് മുൻപ് എഴുന്നേറ്റെത്തിയ സുധീഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. സുധീഷ് ജോത്സ്യനായും പ്രവർത്തിക്കുന്നുണ്ട്. സംസ്കാരം നടപടിക്രമങ്ങൾക്കു ശേഷം നാളെ രാവിലെ 9 മണിക്ക്. ദീപയാണ് ഭാര്യ. മക്കൾ ദർശിത് കൃഷ്ണ, അദ്വിക. വെട്ടം ന്യൂസ്, വളാഞ്ചേരി. തിരൂരിൽ അങ്കണവാടിയിൽ മോഷണം. കുരുന്നുകൾക്ക് ഭക്ഷണമുണ്ടാക്കാനായി സൂക്ഷിച്ചിരുന്ന പലവ്യഞ്ജന വസ്തുക്കളും മിക്സിയും ഉരുളിയും അടക്കം മോഷണം പോയതായാണ് പരാതി. അതേസമയം മോഷണം പോയ സാധനങ്ങൾ അങ്കണവാടിയുടെ തൊട്ടടുത്ത കെട്ടിടത്തിന് പിറകിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് തിരൂർ നഗരസഭയിലെ കേജിപ്പടി 24 നമ്പർ അങ്കണവാടി തുറക്കാൻ വന്ന ഹെൽപ്പർ സാധനങ്ങൾ മോഷണം പോയതായി കണ്ടത്. ഉടനെ ടീച്ചറെയും സമീപവാസികളെയും അറിയിക്കുകയായിരുന്നു. 9 മണിക്ക് അങ്കണവാടിയിൽ ഹെൽപ്പർ വന്നപ്പോൾ അങ്കനവാടി തുറന്നിട്ട് കിടക്കുന്നതായി കണ്ട അങ്കനവാടിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയിരിക്കുന്നു. പിന്നെ ഗോതമ്പ്, അരി, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ പാപ്രിക്കാർഡ്, മിക്സി, പിന്നെ 2 കുക്കർ, എല്ലാ സാധനങ്ങളും, സബും, പിന്നെ സാൾട്ടർ മെഷീൻ, കോഴിമുട്ട, എല്ല്, എല്ലാം ഇട്ടിട്ട് കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ചാക്കിലിരിക്കണം. ആ സൈഡിൽ ചാക്കിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ തൊട്ട് നോക്കിയിട്ടില്ല. അതെന്താണ് പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ സമീപത്തെ കെട്ടിടത്തിന് പിറകിൽ കണ്ടെത്തിയത് ആശ്വാസമായെങ്കിലും മോഷ്ടാവിനെ എത്രയും വേഗം പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ബീവറേജിൽ മദ്യം വാങ്ങി പരിസരങ്ങളിൽ മദ്യപാനവുമുണ്ടെന്ന ആക്ഷേപവും നിലവിലുണ്ട്. വെട്ടം ന്യൂസ്, തിരൂർ. ആഘോഷത്തിമർപ്പിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാഹനാപകടങ്ങൾ മുന്നിൽ കണ്ട് വാഹന പരിശോധന കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. ജില്ലാ RTO VM ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതുവത്സര രാത്രിയിൽ കർശന പരിശോധന. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി അമിതാവേശക്കാർ ചീറിപ്പായാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഡിസംബർ 30, 31 തീയതികളിൽ ജില്ലയിലെ ദേശീയ സംസ്ഥാന പാത, പ്രധാന നഗരങ്ങൾ, ഗ്രാമീണ റോഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗവും മലപ്പുറം RTO ഓഫീസ് തിരൂരങ്ങാടി, പൊന്നാനി, തിരൂർ, പെരിന്തൽമണ്ണ, നിലമ്പൂർ, കൊണ്ടോട്ടി സബ് RTO ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ രാത്രികാല പരിശോധന ശക്തമാക്കും. മദ്യപിച്ചുള്ള ഡ്രൈവിംഗ്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ്, അമിത വേഗത, 2-ലധികം ആളുകളെ കയറ്റിയുള്ള ഇരുചക്ര വാഹനയാത്ര, സിഗ്നൽ ലംഘനം എന്നീ കുറ്റങ്ങൾക്ക് പിഴക്ക് പുറമെ ലൈസൻസ് റദ്ദ് ചെയ്യും. രൂപമാറ്റം നടത്തിയ വാഹനങ്ങൾ, അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന രീതിയിൽ ലൈസർ മാറ്റിയുള്ള വാഹനങ്ങൾ എന്നിവയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ RTO CVM ഷെരീഫ് പറഞ്ഞു. 2024 അപകടരഹിത മലപ്പുറം ആക്കുന്നതിന് വേണ്ടിയിട്ട് റോഡ് സുരക്ഷ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ എല്ലാവരും പ്രയത്നിക്കുക. നമ്മുടെ പുതുവർഷ രാത്രികളിൽ നിരത്തുകളിൽ വാഹനങ്ങളുമായി അഭ്യാസ പഠനം നടത്തുന്നവർക്കെതിരെയും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെയും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നവർക്കെതിരെയും അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെയും കർശന നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും.
മറ്റുള്ളവരുടെ ഡ്രൈവിംഗിനെ ബാധിക്കുന്ന രീതിയിൽ വിവിധ വർണ്ണ ലൈറ്റുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെയും ശബരിമല തീർത്ഥാടന കാലം നിലനിൽക്കുന്നതിനാൽ പുതുവത്സര ദിനത്തിൽ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വാഹനങ്ങൾക്കെതിരെയും കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെട്ടം ന്യൂസ്, മലപ്പുറം. മലപ്പുറം കോട്ടക്കുന്നിൽ നടന്ന സമഗ്ര സെമിനാറോടെ കായിക മഹോത്സവത്തിന് തുടക്കമായി. സെമിനാർ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു. ലഹരിയിൽ നിന്ന് യുവതലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി പറഞ്ഞു. കേരളത്തിന്റെ കായിക മേഖല എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് പരിഹാരങ്ങൾ മനസ്സിലാക്കി അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും തെരഞ്ഞെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ വേണ്ട അവസാനത്തിലെ അവസരം മതി എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഈ 3 പാനലുകളും വളരെ പ്രസക്തമായിട്ടുള്ള കേരളത്തിൽ ഇന്ന് നടക്കുന്ന കായിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, പോരായ്മകൾ, ആവശ്യങ്ങൾ ഒക്കെ തന്നെ 3 വിഭാഗം ആളുകളും വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് യു തിലകൻ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് സർവകലാശാല കായിക വകുപ്പ് മേധാവി ഡോക്ടർ VP സക്കീർ ഹുസൈൻ, മാതൃഭൂമി സ്പോർട്സ് ലേഖകൻ വിശ്വനാഥ്, ദേശീയ നീന്തൽ ഫെഡറേഷൻ ചെയർമാൻ S രാജീവ്, ജില്ലാ സ്പോർട്സ് കൗൺസിലർ പ്രസിഡന്റ് VP അനിൽകുമാർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. മുൻ ജില്ലാ പോലീസ് മേധാവി U അബ്ദുൽ കരീം സ്വാഗതവും ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ C സുരേഷ് നന്ദിയും പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി കായിക ഉത്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു. വെട്ടം ന്യൂസ്, മലപ്പുറം. കായിക രംഗത്തെ മികച്ച മുന്നേറ്റം ലക്ഷ്യമാക്കി മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കായിക മഹോത്സവത്തിന് ഉജ്ജ്വല തുടക്കം. കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. PK കുഞ്ഞാലിക്കുട്ടി MLA മുഖ്യാതിഥിയായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൽ ഹക്കീം, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി, സ്പോർട്സ് കേരള ഡയറക്ടർ ആഷിഖ് കൈനിക്കര, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാർ, ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് U തിലകൻ, സ്പോർട്സ് കൗൺസിൽ മുൻ ജില്ലാ പ്രസിഡന്റ് A ശ്രീകുമാർ, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി VR അർജുൻ എന്നിവർ സംസാരിച്ചു. വ്യത്യസ്ത കായിക ഇനങ്ങളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക, ജില്ലയിലെ കായിക മേഖലയിൽ മുന്നേറ്റം നടത്തുക എന്നിവ ലക്ഷ്യമിട്ട് നടത്തുന്ന പരിപാടി മലപ്പുറം, മഞ്ചേരി, പെരിന്തൽമണ്ണ, പൊന്നാനി, തിരൂർ എന്നിവിടങ്ങളിലാണ് നടക്കുന്നത്. ഓരോ കായിക സംഘടനയിൽ നിന്നും തെരഞ്ഞെടുത്ത ടീമുകൾ മഹോത്സവത്തിന്റെ ഭാഗമായ മത്സരത്തിൽ പങ്കെടുക്കും. പുതിയ കായിക താരങ്ങളെ കണ്ടെത്താനും വ്യത്യസ്ത കായിക ഇനങ്ങളിലേക്ക് ആകർഷിക്കാനും പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നുണ്ട്. കായിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും പ്രദർശനവും, കായിക സെമിനാർ, സ്പോർട്സ് മെഡിക്കൽ പവലിയൻ, കളി വർത്തമാനം എന്നീ പരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തുന്നു. അടുത്ത വർഷം വ്യത്യസ്ത 5 കേന്ദ്രങ്ങളിലായി കായിക മഹോത്സവം സംഘടിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഈ രീതിയിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കായിക മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കാൻ പോവുക. പഞ്ചായത്ത് തലങ്ങളിലേക്ക് കായിക പ്രവർത്തനങ്ങൾ ഇപ്പോൾ മാറ്റി അവിടെ നിന്നും ആരംഭിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ പഞ്ചായത്തിലും നിർബന്ധമായി ഒരു ഇനം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ സ്കൂളുകളിലും പ്രത്യേകം തിരഞ്ഞെടുത്തുകൊണ്ട് ആ സ്കൂളുകളിലൊക്കെ തന്നെ പുതിയ ഇനങ്ങൾ പ്രത്യേകം പരിശീലനം നൽകി കുട്ടികളെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ശ്രമമാണ് നാം നടത്തുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രീ പ്രൈമറി തലം തൊട്ട് അപ്പർ പ്രൈമറി വരെയുള്ള വിദ്യാലയങ്ങളിൽ കായികം ഒരു ഇനമായി പഠിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അതിന്റെ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ എല്ലാ വിദ്യാലയങ്ങളിലും എത്തി. വെട്ടം ന്യൂസ്, മലപ്പുറം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 139ാമത് ജന്മദിനം തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ കോരങ്ങത്ത് സ്നേഹവീട് അന്തേവാസികൾക്കൊപ്പം ആഘോഷിച്ചു. കുറുക്കോളിമേദിൻ MLA കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പല മാറ്റങ്ങളുണ്ടായി. സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ നയപരിപാടികളും കാഴ്ചപ്പാടുകളും പ്രവൃത്തി പദങ്ങളും കണ്ടുപിടിച്ച് മുന്നോട്ട് പോയി. ഗാന്ധിജി നേതൃത്വത്തിൽ വന്നതോടുകൂടി വിപ്ലവകരമായ ഒരു മാറ്റത്തിന് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അതിന് നേതൃത്വപരമായി ചുമതല വഹിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. തിരൂർ കോരങ്ങത്ത് സ്നേഹവീട് അന്തേവാസികൾക്കൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 139ാം ജന്മദിനം തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് A ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CV വിമൽകുമാർ, നൌഷാദ്, അബ്ദുള്ളക്കുട്ടി അമ്മേങ്ങര, യാസർ പയ്യോളി, ഷറഫുദ്ദീൻ, മനോജ് ജോസ്, നാസർ, സമീർ ബാബു, CV ജയേഷ്, ബാബു കിഴക്കാത്ത്, സമദ്, കരീം മേച്ചേരി, C അബ്ദു, മണി വഴുതക്കാട്, സുധി എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.